ഇവിടെ നമ്മൾ ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്, എന്താണ് മൊമെന്റം? ഓക്കെ, അത് എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ, അതായത് ലാർജ് ഫോഴ്സ് ആയിരിക്കും, ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇക്വേഷൻ. ഈ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും കൂടെ റിലേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് പറയുന്നു. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ദറ്റ് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ്. അതാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എഫ് ഡി ടി. അതെ, ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ദറ്റ് ഈസ് എഫ് ഡി ടി ഇൻ്റഗ്രൽ T1 ടു T2 വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ പറയുകയാണെങ്കിൽ. ഓക്കെ, അടുത്തത് അടുത്തത് എന്താണ് മൊമെന്റം? അല്ലെ, മൊമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മൊമെന്റം എന്നുള്ളത്? ഓക്കെ, അപ്പോൾ എന്താണ് മൊമെന്റം? അപ്പോൾ മൊമെന്റം നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ എം എ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് പറയാം, ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ ആ ആക്സിലറേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി കിട്ടും അല്ലേ. അത് ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ദാറ്റ് ഈസ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. അതാണ് മൊമെന്റം എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. പക്ഷെ നമുക്ക് ഈ ഇമ്പൾസീവ് ഫോഴ്സും ഈ മൊമെന്റും തമ്മിൽ ഒരു റിലേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ തന്നെ ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി, അതായത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? ഇറ്റ്സ് മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് മൊമെന്റം. അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെ, പക്ഷേ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് നോക്കി, ദാറ്റ് ഈസ് എഫ് ഡി ടി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി, എം വി 2 മൈനസ് എം വി 1. അതാണ് എഫ് ടി ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇമ്പൾസീവ് ഫോഴ്സ്. അതായത് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, എഫ് ടി. ഓക്കെ, ദാറ്റ് ഈസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം, ദാറ്റ് ഈസ് എം ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം കൂടെ തന്നിട്ടുണ്ട്. ബോഡി വെയിങ് 40 Newton drops freely from a height of 50 meter, penetrates into the ground by 100 centimeter. Find the average resistance to the penetration. അപ്പോൾ ഒരു ബോഡി താഴോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, 100 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് ടു പെനിട്രേഷനും ടൈം ഓഫ് പെനിട്രേഷനും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി ബോഡി വെൻ ഇറ്റ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2GH എന്നുള്ള ഇക്വേഷൻ. യു എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GH എന്ന് എഴുതാൻ പറ്റും, വി ഈസ് ഈക്വൽ ടു √2GH എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇതല്ലേ. V1 V1ഉം V2. V1 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? √2GH കിട്ടുന്നത്. V1 ഈസ് ഈക്വൽ ടു √2GH. നോക്കിക്കേ, അപ്പോൾ V1 എത്ര? 31.32 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ V1 ആണ് 31.32 അതായത് ഇനീഷ്യൽ വെലോസിറ്റി. പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്ത് ഫൈനൽ വെലോസിറ്റി ആണ്, അതായത് 100 സെൻറ്റിമീറ്റർ. അപ്പം 0, ഫൈനൽ വെലോസിറ്റി ഈസ് 0. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇക്വേഷൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2GH എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ U 0 ആണ്, V നമുക്ക് കിട്ടും. അപ്പോൾ
V2 ഈസ് ഈക്വൽ ടു 0യും V1 ഈസ് ഈക്വൽ ടു 31.32 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, ഇനി വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമുക്കറിയാം. എന്താണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ? വർക്ക് എനർജി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ച എന്താണ് വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ആണ് അല്ലേ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലെറ്റ് പി വിത്ത് ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് പെനിട്രേഷൻ. അതായത് ഇപ്പോൾ ബോഡി ഡ്രോപ്പ് ചെയ്ത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു പെനിട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് പി എന്ന് പറയുന്നത് അല്ലേ. അതും ഒരു ഫോഴ്സാണ്. അപ്പോൾ താഴോട്ട് വീഴുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എം ജി ആണ് അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു എം ജി ആണ് താഴോട്ട്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഡബ്ല്യു ഇസിക്കൽ എഫ് ഇൻറ്റു എസ് അല്ലേ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം ജി ആണ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വർക്ക് ഡൺ അല്ലേ നടക്കുന്നത്. ഇങ്ങനെ താഴോട്ട് വരുന്ന ഒരു വർക്ക് ഡൺ, പിന്നെ ഇത് ഹിറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് തന്നെയാണല്ലേ, പി തന്നെയല്ലേ. ആ പിയുടെ വർക്ക് ഡൺ എന്താ, ഡബ്ല്യു ഇസിക്കൽ ടു പി ഇൻറ്റു എക്സ് അല്ലേ. പി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ 100 ആണ് നമുക്ക് എന്താ, 100 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ പറഞ്ഞേക്കുന്ന എക്സ്. 100 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് ആക്കുമ്പോൾ 1 ആവും. അപ്പോൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം, ഈസിക്കൽ ടു ഇവിടെ ഓപ്പോസിറ്റ് ആണ് രണ്ട് ഫോഴ്സും, അതായത് എം ജി എക്സ് മൈനസ് പി എക്സ് അല്ലേ. താഴോട്ട് വരുമ്പോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ഒരു ഫോഴ്സ് പി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കാനാക്കും. ഇവിടെ ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് കാരണം ബോഡി താഴോട്ട് വീണ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താ, ഇവിടെ ഫോഴ്സ് മാത്രം എടുത്താൽ, വർക്ക് എടുത്തപ്പോൾ എം ജി എക്സും പി എക്സും കിട്ടി. ഫോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ താഴോട്ട് എഫ് എന്നുള്ള ഫോഴ്സും പിന്നെ മേളോട്ട് പി. എഫ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ജി ആണ്, മുകളോട്ട് പി എന്നുള്ള ഫോഴ്സും ഉണ്ട്. അതായത് ടോട്ടൽ ഫോഴ്സ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ത് വരും, എം ജി മൈനസ് പി വരും അല്ലേ. അപ്പോൾ എഫും കിട്ടും. ഈ എഫിൻ്റെ ആൻസർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ടി എന്നുള്ള ടൈമും കിട്ടും, സെക്കൻഡും കിട്ടും. അപ്പോൾ അതത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, ആൻ ഓട്ടോമൊബൈൽ വെയിങ് 25 kilonewton is moving at a speed of 60 km/h when the brakes are fully applied causing all 4 wheels to skid. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓക്കെ നോർമലി ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരിക്കും. ഡിറ്റർമിൻ ദ ടൈം റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ഓട്ടോമൊബൈൽ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. ടൈം റിക്വയർഡ് ആണ്, ഓട്ടോമൊബൈൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടൈം റിക്വയർഡ് ആണ് തന്നിട്ടുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, 60 km/h ആണ് അല്ലേ. ഓട്ടോമൊബൈൽ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 60 km/h തന്നിട്ടുണ്ട്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ ഇൻറ്റു 5/18, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ 18/5, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ ഇൻറ്റു 5/18 ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഫൈനൽ വെലോസിറ്റി ഈസ് V2. ഓക്കെ, 0 ആണ് നമുക്കറിയാം. ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 ആണ്. ആവറേജ് ഫോഴ്സ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്താ, ഇറ്റ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അതാ. ഈ മ്യൂ തന്നിട്ടുണ്ടല്ലോ, അപ്പം നോർമൽ റിയാക്ഷൻ എന്തായിരിക്കും, നോർമൽ റിയാക്ഷൻ അറിയാം. എന്താണോ നോർമൽ റിയാക്ഷൻ എന്നറിയാം അല്ലേ. RN എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ. അപ്പോൾ നോർമൽ റിയാക്ഷൻ എപ്പോഴും വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഓട്ടോമൊബൈൽ തന്നെ ആയിരിക്കും എന്താണ്, RN എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ ഓട്ടോമൊബൈൽ തന്നിട്ടുണ്ട് 25 kilonewton തന്നിട്ടുണ്ട് അല്ലേ, വെയിറ്റ് ഓഫ് ദ ഓട്ടോമൊബൈൽ. അപ്പം ഇൻറ്റു 10⁻³ കിലോ മാറ്റി ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് നമുക്ക് കിട്ടും, ആവറേജ് ഫോഴ്സ് ഡ്യൂറിങ് സ്റ്റോപ്പിംഗ്. അപ്പോൾ ഇവിടെ ഇമ്പൾസ് മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എല്ലാം തന്നിട്ടുണ്ട്, 0യും V2യും V1 തന്നെ മാസും തന്നിട്ടുണ്ട്. ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും ഈ രണ്ട് പ്രോബ്ലംസും. ഓക്കെ, താങ്ക് യു.